ഫ്രണ്ട്സ് ഒത്തിരി മുട്ട് വേണോ റോസിൽ? അപ്പോൾ അത് ഏത് റോസാ? അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് കാണാം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കശ്മീരി റോസ് എന്നും പറയും. പിന്നെ ഇതിൻ്റെ വേറെ ഒരു പേരും ഉണ്ട്. പക്ഷേ അവർ എനിക്ക് കശ്മീരി പിങ്ക് റോസ് എന്നാണ് പറഞ്ഞ് അവർ തന്നത്. ഇത് ഉണ്ടാകുന്ന സമയത്ത് നല്ല പിങ്ക് കാണും. ഇതേൻ്റെ നല്ല രസമാണ്. ഇതിൻ്റെ പൂ നല്ല ദിവസം ഈടും നിൽക്കും. അതിൻ്റെ ഇത് കണ്ടോ ഇടയ്ക്ക് നിൽക്കുന്നേ. പിന്നെ ഇച്ചിരി ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ലൈറ്റ് വെള്ളമായി ഇരിക്കുന്നുണ്ട്. ഇപ്പം ഒരു ബ്രാഞ്ചിൽ നിങ്ങൾ കണ്ടോ പലതര കളറുണ്ട്. പലതരം മീൻസ് ലൈറ്റായി ഡാർക്കും പിങ്കായി പിന്നെ 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 ഇങ്ങനെ ഇതുപോലത്തെ ആവും. പിന്നെ ഇത് വേറെ, ഇത് നമ്മുടെ കശ്മീരി റോസ് എന്ന് പറയും. ഇത് കശ്മീരി റോസ് തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഒരു കാര്യമുണ്ട്, ഇതിന് ഹാർഡ് പ്രൂണിങ് ഒന്നും ചെയ്യാൻ പാടില്ല. ബഡ്സിനകത്ത് നല്ല ബഞ്ചായിട്ട് ഇതിന് ബഡ്സ് വരും. ഇതേണ്ട കണ്ടോ, ഇപ്പം നല്ല ബഡ്സും ഉണ്ട് ഇതിനകത്ത്. അപ്പം ഈ ചെടി നിങ്ങൾ വാങ്ങി വെക്കും. ഇതില്ലയോ ഫ്രണ്ട്സ്, ഇപ്പോഴും അല്ല, നിങ്ങളുടെ ചൂട് സമയത്ത് നല്ല ഇതിനകത്ത് അതുപോലെ തന്നെ നിങ്ങൾ കെയർ ചെയ്താൽ അതുപോലെ തന്നെ ഇതിനകത്ത് ഫ്ലവറിങ് ആവും. അപ്പോൾ ഇത് മേടിച്ച് വെക്കണം. നല്ല രസമായത് കണ്ടാലും. നല്ല പോട്ട് നിറച്ച് നിങ്ങൾക്ക് ചട്ടിയിൽ മൊത്തം പൂ നിറഞ്ഞ് നിൽക്കണമെങ്കിൽ ഈ പ്ലാന്റ്സ്, ഈ ചെടി മേടിച്ച് നിങ്ങൾ വെക്കണം. ഇതിനകത്ത് ബഡ്സ് കണ്ടോ, നല്ല രസമാണ്. ഇപ്പം പകുതിയേ കിളിച്ചുള്ളൂ, പകുതി നീ കിളിക്കാനുള്ളൂ. അപ്പോൾ ഇത് നല്ലതായിട്ട് കിളിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഹാർഡ് പ്രൂണിങ് ഒന്നും ചെയ്യാൻ പാടില്ല. പൂ തീർന്നു കഴിഞ്ഞ ഉടനെ ഇവിടുന്ന് തന്നെ ഒരില വിട്ടിട്ട് ഇവിടുന്ന് തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അതാ ഒരു ടിപ്സ്. പിന്നെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നല്ലതായിട്ട് ഫെർട്ടിലൈസ് ഇടണം. ഫെർട്ടിലൈസ് ഇട്ടാലേ നീ അടുത്ത പൂവിന് ഇത് റെഡി ആവത്തുള്ളൂ. ഇതിൻ്റെ വേറെ ഒരു കാര്യമാണ്, ഇത് നല്ല ബഞ്ചിലാണ് വരുന്നത്. ചുമ്മാ അത് 1-2 അല്ല കിളിക്കുന്നത്. ഇത് വരുമ്പോൾ നല്ല ബഞ്ച് നിറച്ച് ഈ പൂ കിളിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.